ഹായ്, എൻ്റെ പേര് സച്ചിൻ. ഞാൻ ഓട്ടോബാക്സ് എന്ന് പറഞ്ഞൊരു ഗാരേജ് നടത്തുന്നു. ഞാൻ കാർ മോഡിഫിക്കേഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും ഓഫ് റോഡ് പ്രൊജക്ട്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ടിപ്പോൾ ഓട്ടോബാക്സ് തുടങ്ങിയിട്ട് 6 വർഷമായി. ഇത് ഒരു ഫോർഡ് എൻഡേവർ റാപ്റ്ററായിട്ട് കൺവേർട്ട് ചെയ്ത പ്രോജക്റ്റാണ്. ഫോർഡിൻ്റെ തന്നെ പിക്കപ്പ് ട്രക്കായ F150 എന്ന മോഡൽ, അതായത് റാപ്റ്ററിൻ്റെ അതേ ഷേപ്പിലും അതേ ഡിസൈനിലും വരുന്ന ബോഡി കിറ്റാണിത്. ഇത് ആക്ച്വലി ഫോർഡ് റേഞ്ചർ എന്ന് പറഞ്ഞ വണ്ടി കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സാക്ട് സെയിം റാപ്റ്റർ കണക്കാവും. ഇത് ഫോർഡ് എൻഡേവർ, അതായത് പുറത്തൊക്കെ ഫോർഡ് എവറസ്റ്റ് എന്നറിയപ്പെടുന്ന ഫോർഡ് എൻഡേവർ എന്ന് പറഞ്ഞ വണ്ടിയാണിത്. അപ്പോൾ ഈ ഫോർഡ് എൻഡേവറിൽ ഈ റാപ്റ്ററിൻ്റെ കൺവേർഷൻ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഇത് സെയിം അമേരിക്കൻ ഫോർഡ് റാപ്റ്ററിൻ്റെ അതേ രൂപസാക്ഷ്യം വരുന്ന ഒരു വാഹനമാക്കി മാറ്റിയിരിക്കുകയാണിത്. ഫ്രണ്ട് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുക ആ ഫോർഡ് റാപ്റ്റർ F150 പിക്കപ്പിൻ്റെ എക്സാക്ട് സെയിം ഡിസൈൻ തന്നെയാണ് ഫ്രണ്ട് ഉള്ളത്. ഇതിൻ്റെ ബാക്കിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഫോർഡ് റേഞ്ചറും റാപ്റ്ററിനും പിക്കപ്പാണ് വരുന്നത്. ഇത് ഫോർഡ് എൻഡേവർ എവറസ്റ്റ് എന്ന് പറഞ്ഞ വണ്ടി പിക്കപ്പ് അല്ല വരുന്നത്. അപ്പോൾ ബാക്കിൽ ഡിസൈൻ വ്യത്യാസമുണ്ട്. ബാക്കിൽ അതിനനുസരിച്ചായിട്ടുള്ള മോഡിഫിക്കേഷൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബോഡി വൈഡ് ആക്കിയിട്ടുണ്ട്. റയർ ഭാഗങ്ങളും അത്യാവശ്യം ഒരുപാട് ഡിഫറൻസസ് വരുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ആക്ച്വലി 4 ഡോറിൻ്റെ പാർട്സ് ഒഴിച്ചും റൂഫ് ഒഴിച്ചും ബാക്കിയെല്ലാം അത്യാവശ്യം മാക്സിമം മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഇതിനകത്ത് വരുത്തിയിട്ടുള്ള ഡിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫെൻഡേഴ്സ്, ബോണറ്റ്, ഹെഡ്ലൈറ്റ്, ഈ ബമ്പർ, ഗ്രില്ല്, ഈ LED ലൈറ്റ്സ്, ഇതെല്ലാം ഫ്രണ്ടിൽ മാറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഫെൻഡേഴ്സും ഈ ബമ്പറും ഈ ബോണറ്റും വന്നപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലോട്ടുള്ള ലെങ്തും വിട്ടും നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫെൻഡർ ലൈനേഴ്സ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ വീൽ ആർച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോർഡ് റാപ്റ്ററിൻ്റെ എക്സാക്ട് സെയിം ഡിസൈൻ ഹെഡ്ലൈറ്റ് ആണ്. ഇത് ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ് ആണ്. ഇത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ്. ഇത് എൻഡേവറിന് കമ്പാറ്റബിൾ ആയിട്ട് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളതാണ് ഈ ഹെഡ്ലൈറ്റ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ടിൽ വരുന്ന ഡിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രില്ല് അത്യാവശ്യം വലിയ ഗ്രില്ലാണ്. അപ്പോൾ വണ്ടിക്ക് ടോട്ടലി ഇവിടെ ഹൈറ്റ് കൂടിയിട്ടുള്ളത് കൊണ്ട് ഈ വലിയ ഗ്രില്ല് വരുമ്പോഴത്തേക്ക് ഈ ബമ്പറിൻ്റെ ഡിസൈൻ ടോട്ടൽ താഴോട്ട് വരുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ ചെറുതാണ് ബമ്പർ. പിന്നീട് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ LED ലൈറ്റ്സ് ആണ്. ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള LED ലൈറ്റ്സ് ആണ്. ഈ ഹെഡ്ലൈറ്റ് വെൽക്കം ലൈറ്റ്സ് വരുന്നതാണ്. അപ്പോൾ ഇത് മെട്രിക്സ് ടൈപ്പ് വെൽക്കം ലൈറ്റ്സ് ആണ്. പിന്നെ ഇതിന് ഡിമ്മും ബ്രൈറ്റും സെപ്പറേറ്റ് പ്രൊജക്ടറാണ്. രണ്ടും 4 ഇഞ്ച് പ്രൊജക്ടേഴ്സാണ് ഇതിനകത്തിരിക്കുന്നത്. ഡിമ്മും ബ്രൈറ്റും അത്യാവശ്യം നല്ല ബ്രൈറ്റാണ്. പിന്നെ ബോണറ്റ് മെറ്റലാണ്. ബോണറ്റിൻ്റെ മുകളിൽ ഒരു സ്കൂപ്പ് വരുന്നുണ്ട്. ഈ സ്കൂപ്പും റാപ്റ്ററിന് ഇതേ കണക്ക് വരുന്ന ഒരു സ്കൂപ്പാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന അലോയ് വീൽസ് 22 ഇഞ്ചാണ്. ഇത് 22 ഇഞ്ച് 12J -49 ഓഫ്സെറ്റ് വീലാണ്. ഇത് ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇതൊരു US ബ്രാൻഡാണ്. ഇത് US നിന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാഡിയേറ്റർ എക്സ്കോമിൻ്റെ എക്സ്ട്രീം മട്രെയിൻ ടയേഴ്സാണ്. 35x12.5 R22 ആണ് ഇതിൻ്റെ സൈസ്. ഈ ടയേഴ്സ് മെയ്ഡ് ഇൻ തായ്ലൻഡ് ആണ്. ഇത് വേൾഡിലെ ടോപ്പ് 10 ഓഫ് റോഡ് ടയർസിൽ വരുന്ന ഒരു ടയറാണ്. ഇത് ഓഫ് റോഡും നോർമൽ റോഡിലും യൂസ് ചെയ്യാൻ പറ്റും. നോർമലായിട്ടുള്ള മട്രെയിൻ ടയർസിൻ്റെ അത്രയും ടയർ നോയ്സ് ഇതിനില്ല. പക്ഷേ എങ്കിലും എക്സ്ട്രീം മട്രെയിൻ ടയർസിന് അത്യാവശ്യം ടയർ നോയ്സ് ഉണ്ട്. നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ സസ്പെൻഷൻസും പിന്നെ സസ്പെൻഷൻ്റെ ഭാഗമായിട്ട് ഡിഫറൻഷ്യൽസും എല്ലാം അപ്ഗ്രേഡ് ചെയ്ത് ഇതിന് കമ്പാറ്റബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ടയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇൻറ്റേർണലി വണ്ടി ഓടിക്കുമ്പോൾ വലുതായിട്ട് ഡിഫറൻസസ് ഒന്നും അറിയാൻ പറ്റത്തില്ല. നല്ല കംഫർട്ടബിളായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. പിന്നീട് ഇതിനകത്ത് ഈ ടയർ സ്റ്റോക്കായിട്ടുള്ള വണ്ടിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി നമുക്ക് ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് സസ്പെൻഷൻസ്, അപ്പർ ആംസ്, ലോവർ ആംസ്, ഡിഫറൻഷ്യൽ ഡ്രോപ്സ്, പിന്നെ ആക്സിൽ എക്സെൻഡർ, സ്റ്റിയറിംഗ് എക്സെൻഡർ, ടയർ ഓർഡൻസ്, ഇതെല്ലാം ആഫ്റ്റർ മാർക്കറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് പ്രൊഫൻഡറിൻ്റെ ക്വീൻ സീരീസ് എന്ന് പറഞ്ഞ സസ്പെൻഷനാണ്. ആ സസ്പെൻഷൻ ഇതിൻ്റെ കോയിൽ സ്പ്രിംഗ് ഉൾപ്പെടെ കോംബോ ആയിട്ട് വരുന്ന സസ്പെൻഷനാണ്. 16 സ്റ്റെപ്പ് ടെറൈൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉള്ള സസ്പെൻഷനാണ്. അപ്പോൾ ഇതിനകത്തൊരു ബട്ടൺ ഇവിടെ വരും. ആ ബട്ടണിനകത്ത് നമുക്ക് ഇതിൻ്റെ ടെറൈൻ അഡ്ജസ്റ്റ് ചെയ്യാം. ആക്ച്വലി ഒരു ഹാർഡ് ആൻഡ് സോഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും പിന്നെ ഇതിൻ്റെ നമുക്ക് ഹൈവേസിൽ പോകാനും അല്ലാതെ മഡായിട്ടുള്ള റോഡ്സ്, റോക്കായിട്ടുള്ള റോഡ്സ്. അപ്പോൾ വണ്ടിക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള ടെറൈൻ സിസ്റ്റം ഉണ്ട്. വണ്ടിയുടെ അകത്ത് കമ്പനി ഒരു ഫീച്ചറുണ്ട്. അതിൽ നമ്മൾ റോക്ക് മോഡ്, സാൻഡ് മോഡ് ഇടുന്ന കണക്ക് അതിൻ്റെ കൂടെ സസ്പെൻഷനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ മോഡിൽ കമ്പാറ്റബിളായിട്ട് വളരെ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഇത് വണ്ടി ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആംഗിൾസ് ഒരുപാട് ഡിഫറൻസ് വരും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിസ്റ്റൻസിൻ്റെ പ്രപ്പോർഷൻസും ഈ ആംഗിളിൻ്റെ ബെൻഡും എല്ലാം വ്യത്യാസം വരുമ്പോൾ നമ്മൾ ഈസിമിനകത്ത് വാല്യൂസ് ഒരുപാട് മാറ്റം വരുത്തണം. കാര്യം ഇതിന് ഓട്ടോമാറ്റിക് പാർക്കിങ്ങും ആംഗിൾ ഡിസ്റ്റൻസും എല്ലാം ഉള്ള വണ്ടിയാണ്. അപ്പോൾ നോർമലി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കംഫർട്ടബിൾ ഡ്രൈവ് കിട്ടൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ഓവർ ലിഫ്റ്റ് ആകുമ്പോഴത്തേക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ടെറൈൻ മാനേജ്മെൻറ്റ് എറേഴ്സ് വരും. പല എറേഴ്സും വരും. ഇൻസ്റ്റലേഷനിലും അങ്ങനെ എറേഴ്സ് വരും. ഈ എറേഴ്സ് എല്ലാം നമ്മൾ മാനുവലി തന്നെ മെഷർമെൻറ്റ്സ് എടുത്ത് ഇതിനകത്ത് ആഡ് ചെയ്താൽ മാത്രമേ എറേഴ്സ് മാറത്തുള്ളൂ. ഈ ഓട്ടോമാറ്റിക് പാർക്കിംഗ് വർക്ക് ചെയ്തോളൂ. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ്ലി കമ്പാറ്റബിളായിട്ട് വളരെ കംഫർട്ടബിൾ ഡ്രൈവിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഫുഡ് സ്റ്റെപ്പ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഫുഡ് സ്റ്റെപ്പാണ് ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഫുഡ് സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ട് വരുന്നു. ഇത് ബോർഡ് തായ്ലൻഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഫുഡ് സ്റ്റെപ്പാണ്. ഇത് തായ്ലൻഡ് മെയ്ഡാണ്. ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവുകയും ചെയ്യും. ഇപ്പോൾ ഫോർഡ് എൻഡേവറും എവറസ്റ്റും എന്ന് പറയുന്ന വണ്ടി സെയിം വണ്ടിയാണ് രണ്ടും. അത് ഒരു 7 സീറ്റർ കാറാണ്. അപ്പോൾ അത് പിക്കപ്പ് അല്ല. അതിൻ്റെ ബാക്കിൽ അതുകൊണ്ട് ഇതിന് വൈഡ് ബോഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ABS വൈഡ് ബോഡിയാണ്, ABS മെറ്റീരിയലാണ്. ഈ വീലാർച്ചും ഇത്രയും പാർട്ടും ആണ് ഇതിൻ്റെ വൈഡ് ബോഡി ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഇതിൽ ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലൈറ്റ്സ് ആണ്, LED. ഇത് മെട്രിക്സ് ലൈറ്റ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഇൻഡിക്കേറ്റർ, റണ്ണിങ് ഇൻഡിക്കേറ്ററും പിന്നെ ഇത് ഫുൾ LED റെഡ് ലൈറ്റ്സും ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് റോബസ്റ്റിൻ്റെ ഹെവി ഡ്യൂട്ടി ഓഫ് റോഡ് സസ്പെൻഷൻസ് ആണ്. ഇതിന് 12 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ബട്ടണാണ് ഇതിനകത്തുള്ളത്. ഇപ്പം നമ്മളിതിനകത്ത് സ്റ്റെപ്പ് 0 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സസ്പെൻഷൻ്റെ മോഡെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബോഡി സ്റ്റേബിളായിട്ട് നിൽക്കും, വീൽസ് നല്ല സോഫ്റ്റായിട്ട് സസ്പെൻഷൻ ആക്ഷൻ വർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും വലിയ വീൽസും ടയേഴ്സും പിന്നെ ബോഡിയും എല്ലാം ഇത്രയും വലുതാക്കുമ്പോഴത്തേക്കും വണ്ടിയുടെ പെർഫോമൻസിനെ അത് എഫക്റ്റ് ചെയ്യത്തില്ലേ എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്. അത് തീർച്ചയായും ശരിയാണ്. പെർഫോമൻസിന് ഒരു പരിധി വരെ ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പെർഫോമൻസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള പാർട്സ് ഇവിടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് മെയിനായിട്ടുള്ളൊരു കാര്യം. സസ്പെൻഷൻ വൈസായാലും നേരത്തെ പറഞ്ഞ പോലുള്ള സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ ECMനകത്തുള്ള മാപ്സും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇത് ECM സ്റ്റേജ് 1 പ്ലസ് റീമാപ്പ് വുൾഫാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനുപരിയായിട്ട് ഇതിൻ്റെ പ്രൊപ്പോർഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ ECMൻ്റെ അകത്തുള്ള വാല്യൂസ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് വണ്ടിയുടെ സൈസ്, വണ്ടി റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി വണ്ടിയുടെ വാല്യൂസ് നമ്മൾ മാനുവലായിട്ട് ഇതിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ ഫുൾ വീഡിയോയ്ക്ക് എന്തൊക്കെ എക്സ്പ്ലനേഷൻസ് ആണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് മിക്ക ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ ആ വീഡിയോയിൽ തന്നെ, ഇപ്പോൾ ചെയ്ത വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ സ്പെസിഫിക്കലായിട്ട് പറയാനുള്ളത് വണ്ടിയുടെ പെയിൻറ്റിനെ കുറിച്ചാണ്. വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് റൂട്ടിൻ്റെ പെയിൻറ്റാണ്. ഒരു ജർമ്മൻ ബ്രാൻഡാണ്. ഗ്ലാസ് റൂട്ടിൻ്റെ തന്നെ പെയിൻറ്റും ക്ലിയറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫുള്ള്. പിന്നീട് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോഡി കിറ്റ് ഇൻസ്റ്റലേഷനാണ്. ഇത് ബോഡി കിറ്റ് ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഇതിനകത്ത് വേറെ ഒരു മോഡിഫിക്കേഷൻ വരുന്ന കാര്യമില്ല. ഡയറക്റ്റ് ഇതിൻ്റെ പാർട്സ് എല്ലാം റിമൂവ് ചെയ്ത് ഡയറക്റ്റ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പാർട്സാണ് ബോഡി കിറ്റ്. പിന്നെ ഇത് ഡെയിലി ഡ്രൈവിന് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് വേറൊരു ചോദ്യം ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. വണ്ടി ഡെയിലി ഡ്രൈവിന് യൂസ് ചെയ്യാം. വണ്ടി വളരെ കംഫർട്ടബിളായിട്ട് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരുപാട് പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അതായത് ഇതിനകത്ത് നമ്മൾ ഡെയിലി ഡ്രൈവിന് യൂസ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് മറ്റ് വണ്ടികൾ ലെഫ്റ്റ് സൈഡിൽ വരുന്ന വണ്ടികളെ കാണാനുള്ള വിസിബിലിറ്റി കുറച്ച് കുറവുണ്ട്. അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ച് ഓടിക്കേണ്ടതാണ്. പിന്നെ ഇതിനകത്ത് വണ്ടി കയറുന്നതിന് ഇറങ്ങുന്നതിന് ഓട്ടോമാറ്റിക് ഫുഡ് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ പോലും വണ്ടിയുടെ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് നമുക്കൊരു റെഗുലർ ഫാമിലി യൂസിന് അങ്ങനെ ഡെയിലി യൂസിന് പറ്റുന്നൊരു വണ്ടി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കയറാനും ഇറങ്ങാനും. അതല്ലാതെ ബാക്കി എല്ലാ ഭാഗങ്ങളിലും ഇതിന് നല്ല പ്രോസ് തന്നെയാണുള്ളത്. അതായത് വണ്ടി ഓടിക്കാനുള്ള കംഫർട്ട് കൂടുതലാണ്, ലുക്ക് വൈസ് കൂടുതലാണ്. പിന്നെ മൈലേജ് ചോദിച്ചിട്ടുണ്ട്. ഇതിന് സ്റ്റോക്ക് വണ്ടി Endeavour 3.2 ഫൈസലിന് ഓൾമോസ്റ്റ് 8-9 ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിന് ഒരു 6 മാക്സിമം 7 ഒക്കെ മൈലേജ് കിട്ടത്തുള്ളൂ. എങ്കിലും നമ്മുടെ സിറ്റി യൂസിന് മാക്സിമം 5 ഒക്കെ കിട്ടത്തുള്ളൂ. റെഗുലർ വണ്ടിക്ക് സിറ്റി യൂസിന് 7-8 മൈലേജ് കിട്ടും. ഇതിനൊരു 5.5 കിട്ടത്തുള്ളൂ. മൈലേജ് എന്തായാലും ഡ്രോപ്പ് വരും. കാര്യം വീൽസ് വലുതായതുകൊണ്ട്, ടയർസ് വലുതായതുകൊണ്ട് മൈലേജ് ഡ്രോപ്പ് വരുന്നുണ്ട്. പിന്നെ പാർട്സ് അവൈലബിലിറ്റിയെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാർട്സ് കംപ്ലീറ്റ്ലി ഇമ്പോർട്ടഡ് പാർട്സ് ആണ്. ഇതിൻ്റെ ചില പാർട്സൊക്കെ നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഇമ്പോർട്ടഡ് ഉണ്ട്. പക്ഷേ ഒരു 90% പാർട്സും നമ്മൾ ഓർഡർ ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് വരുത്താനേ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് അവൈലബിൾ ആണ്. ഇത് F1 പ്ലേറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നമ്പർ പ്ലേറ്റ് ആണ്. അത് ഇന്ത്യയിൽ തന്നെ ഉള്ളതാണ്, കേരളത്തിൽ തന്നെ ഉള്ള ബ്രാൻഡാണ്.